إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെയും അവൻ്റെ വിധി വിലക്കുകളെയും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പുലർത്തി പാലിച്ച് തഖ്വയിലധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. ഇബാദത്ത് എന്ന പദത്തെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഇബാദത്തു ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു തആല വയർദാ മിനൽ അഫ്ആലി വൽ അഅമാലിൽ ബാത്തിന വദ്ദാഹിറ. അല്ലാഹുവിന് ഇഷ്ടമുള്ളതും തൃപ്തിയുള്ളതുമായ ആന്തരികവും ബാഹ്യവുമായ എല്ലാ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളുന്ന പദമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞത്. കേവലം നമുക്ക് മലയാളത്തിലേക്ക് ഇബാദത്തിന് ആരാധന എന്നർത്ഥം പറയാമെങ്കിലും അത് മലയാള ഭാഷയുടെ പരിമിതിയാണ്. അതിന് വിശദീകരണം നൽകിയ പണ്ഡിതന്മാർ പല രീതിയിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊരു വിശദീകരണമാണ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനുള്ള തൃപ്തിയും ഉൾക്കൊണ്ടുകൊണ്ട് ആന്തരികവും ബാഹ്യവുമായ എല്ലാ വാക്കുകളും പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. നമ്മൾ അറിയുന്നത് പോലെ ബാഹ്യമായ പ്രവർത്തനം നമുക്കറിയാം. നിസ്കാരം, നോമ്പ്, സക്കാത്ത് പോലുള്ള ബാഹ്യമായ ആ ഇബാദത്തുകൾ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ആന്തരികമായ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിന്റെ പ്രവർത്തനമാണ്. ഇവിടെയാണ് ഉലമാക്കൾ പറഞ്ഞത് മനസ്സിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തായി തീരുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഭയം, ഖൗഫ്, അത് ഇബാദത്താണ്. അള്ളാഹുവിനെ ഒരാൾ പേടിക്കുക എന്നുള്ളത് ഇബാദത്താണ്. അതുപോലെ തന്നെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക, റജ, അത് ഇബാദത്താണ്. അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള മഹബ്ബത്ത്, സ്നേഹം, അത് ഇബാദത്താണ്. അതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നുള്ളത് അത് ഇബാദത്താണ്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞത് മനസ്സിന്റെ പ്രവർത്തനങ്ങൾ അത് ഇബാദത്തിൽ വരും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ കാര്യത്തിലുമുള്ള പ്രതീക്ഷ അത് അള്ളാഹുവിനായിരിക്കണം. ആ പ്രതീക്ഷയെ റജ എന്ന് പറയുന്നത് ഇബാദത്താണ്. ഉലമാക്കൾ പറഞ്ഞു ഈ റജ രണ്ട് രൂപത്തിലുണ്ട്. ഒരാളിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് അത് രണ്ട് രൂപത്തിലുണ്ട്. അതൊന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്, മറ്റൊന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിലാണ്. എന്ന് പറഞ്ഞാൽ
നമ്മളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില വ്യക്തികളിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കും. ഇപ്പൊ സാമ്പത്തികമായി ഒരാളിൽ നിന്ന് നമ്മളൊരു സഹായം പ്രതീക്ഷിക്കുന്നത് റജാഅാണ്, അത് ഇബാദത്തല്ല, അത് മനുഷ്യന്മാർ തമ്മിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതേപോലെ തന്നെ ഒരു മനുഷ്യനെ ഭൗതികമായി അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാൻ ഒരാള് ആഗ്രഹിക്കുന്നത് അത് റജാഅാണ്. ഇന്നൊരാൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരാൾ എന്നെ സാമ്പത്തികമായി സഹായിച്ചേക്കാം, ഇന്നൊരാൾ എന്നെ യാത്രയിൽ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ സഹായം എനിക്ക് ലഭിച്ചേക്കാം, ഞാനൊരു രോഗിയായാൽ ഒരു ഡോക്ടറുടെ സഹായം അതെനിക്കൊരു പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള അർത്ഥത്തിലുള്ള ആ പ്രതീക്ഷ അത് ഇബാദത്തല്ല. അതിനപ്പുറത്ത് നമ്മുടെ നാടുകളിൽ ഇന്ന് മരണപ്പെട്ട പല വ്യക്തികളോടും ചില കാര്യങ്ങൾ ആളുകൾ ആഗ്രഹിക്കാറുണ്ട്, അല്ലെ? ഇപ്പൊ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ കെട്ടിപ്പൊക്കിയ ഖബറുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട വിശ്വാസം എന്താ, അല്ലെ? ഇപ്പൊ യാത്രയിൽ പലർക്കും പരിചയം ഉണ്ടാവും, ഒരു കെട്ടിപ്പൊക്കിയ ഖബറിന്റെ പുറത്ത് ഒരു ഭണ്ഡാരപ്പെട്ടി ഒരു നേർച്ചപ്പെട്ടി, അല്ലെ? അതിലേക്ക് ഒരാൾ ഒരു സംഭാവന ആ പെട്ടിയിൽ അർപ്പിക്കുമ്പോൾ ആ അർപ്പിക്കുന്ന വ്യക്തിയുടെ പ്രതീക്ഷ എന്ന റജാ, ഞാനൊരു യാത്ര പോവുകയാണ്, ആ യാത്രയിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു അപകടമില്ലാതെ ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി എന്നെ സഹായിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ, അത് റജാഅാണ്, അത് ശിർക്കാണ്, അല്ലെ? എന്തിനാപ്പം ഈ റോഡിൽ ഈ സ്ഥാപിച്ച ഖബറിന് പുറത്ത് സ്ഥാപിച്ച നേർച്ചപ്പെട്ടിയിൽ ആളുകൾ പണം നിക്ഷേപിക്കുന്നത്? അവരുടെ ആഗ്രഹം ഈ യാത്രയിൽ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹ സഫലീകരണത്തിന് മരിച്ചുപോയ മഹാനിൽ ഒരു നേർച്ച നേർന്ന് അദ്ദേഹത്തിൽ നിന്ന് ഒരു സഹായം പ്രതീക്ഷിക്കുന്നത് അത് റജാഅാണ്. അത് യഥാർത്ഥത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾക്ക് ഒരു സഹായവും ചെയ്തു കൊടുക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് റജാ എന്നുള്ളത് അത് ഇബാദത്താണ് എന്ന് പറയാനുള്ള കാരണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, ആരെങ്കിലും അന്ത്യദിനത്തിൽ അല്ലാഹുവിന്റെ ലിഖാ, അല്ലാഹുവിനെ കള്ളെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ ഏറ്റവും അവനെ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താ? അല്ലാഹുവിന്റെ ലിഖാ ആണ്. അല്ലാഹു മറനീക്ക് പുറത്തു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗ്യവാന്മാരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, ആരാണ് അല്ലാഹുവിന്റെ ലിഖാഇനെ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫല്യഅമൽ അമലൻ സാലിഹ, അവൻ സൽപ്രവർത്തികൾ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അല്ലാഹുവിൽ ചെയ്യുന്ന ഇബാദത്തിൽ അവൻ ഒരു അർത്ഥത്തിലും പങ്കു ചേർക്കാൻ പാടില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ്, നിശ്ചയം അല്ലാഹുവിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പോവുകയും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അക്കൂട്ടരാണ് അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അത് റജാഅാണ്. അതുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു, ലാ യർജൂന അബ്ദൻ ഇല്ലാ റബ്ബ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ റബ്ബിലല്ലാതെ പ്രതീക്ഷ അർപ്പിക്കരുത്. ഒരു വ്യക്തിയിലല്ല, ഒരു സബബിലും ദുനിയാവിലെ ഒരു കാരണങ്ങളിലും അവന്റെ ആത്യന്തികമായ പ്രതീക്ഷ അവൻ അർപ്പിക്കരുത്. ലാ യർജൂന അബ്ദൻ ഇല്ലാ റബ്ബ, അവന്റെ റബ്ബിലല്ലാതെ ഒരു അടിമയും ഒരു പ്രതീക്ഷയും അർപ്പിക്കരുത്. വലാ യഖാഫന്ന ഇല്ലാ ദംബ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ തെറ്റുകളെ അല്ലാതെ അവൻ ഭയപ്പെടരുത്. അല്ലേ? നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളെയാണ് ഒരു വ്യക്തിയെ, ഒരു അബദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ആഖിറത്തിന്റെ കാര്യമാണെങ്കിലും ആത്യന്തികമായി നമ്മുടെ റജാ, നമ്മുടെ പ്രതീക്ഷ അത് അല്ലാഹുവിലായിരിക്കണം. അതാണ് വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, ഇന്നാദാ റബ്ബഹു ഖഫിയ, സക്കരിയ അലൈഹിസ്സലാം ഗോപ്യമായി രഹസ്യമായി അല്ലാഹുവിനെ വിളിച്ച സന്ദർഭം എന്ന് പറഞ്ഞു, ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല അർ-റഅസു ശൈബ, അല്ലാഹുവേ
എന്റെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു. അല്ലെ, ചില ചരിത്രകാരന്മാർ പറഞ്ഞു സക്കരിയ അലൈഹി സ്വലാമിനോട് സന്താനത്തെ ലഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 99 വയസ്സ് പ്രായമായിരുന്നു. അല്ലെ, അപ്പൊ അദ്ദേഹം പറഞ്ഞു, റബ്ബേ എന്റെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു. എന്റെ മുടികളിത നരച്ചിരിക്കുന്നു. എന്നാലും ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ട് ഒരു ഭാഗ്യം കെട്ടവരായിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഒരു പ്രായമോ ഒരു പ്രതിസന്ധിയോ അള്ളാഹുവിൽ നിന്ന് ഒരു കാര്യം പ്രതീക്ഷിക്കുന്നതിന് തടസ്സമല്ല എന്നർത്ഥം. അല്ലെ, നമുക്ക് ചില കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിചാരിക്കും അതെങ്ങനെ റബ്ബിനോട് പ്രതീക്ഷിക്കുക. അല്ലെ, ചില സന്ദർഭത്തിൽ നമുക്ക് വലിയൊരു സാമ്പത്തിക സഹായം ആവശ്യം വരും. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ സന്ദർഭത്തിൽ എങ്ങനെ പടച്ചവനോട് ദുആ ചെയ്താൽ അത്രയൊക്കെ കിട്ടുക ഒരു പ്രതിസന്ധി. അതുകൊണ്ടാണ് സക്കരിയ അലൈഹിസ്സലാം പറയുന്നത് 99-ാമത്തെ വയസ്സിൽ പ്രാർത്ഥിക്കുന്ന ആ സന്ദർഭത്തിലും ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും സക്കരിയ അലൈഹിസ്സലാമിന്റെ വിശ്വാസം എന്താ? ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തിട്ട് ഒരു ഭാഗ്യം കിട്ടവനായിട്ടില്ല. സഹോദരങ്ങൾ, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നല്ല റജാനോടുകൂടി തന്നെ ചോദിക്കണം. അള്ളാഹു എല്ലാ കാര്യത്തിനും ഖാദിറാണ്. അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചിട്ടുണ്ട്. അല്ലെ, ചെറുപ്പത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന മകനെ നഷ്ടപ്പെട്ടു. അല്പം കഴിഞ്ഞ് ബിന്യാമിനെയും നഷ്ടപ്പെട്ടു. ആ സന്ദർഭത്തിൽ ഖുർആൻ പറഞ്ഞത് എന്താ? പ്രയാസം കാരണം യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണുകൾ വെളുത്തുപോയി. ആ സന്ദർഭത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് അറിയാം? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാരെയും എനിക്ക് കൊണ്ടുവന്നു തരും. കൺമുമ്പിലില്ല. വളരെ ചെറുപ്പത്തിൽ യൂസുഫ് എന്ന മകനെ നഷ്ടപ്പെട്ടു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭക്ഷ്യമന്ത്രിയാവുകയും തന്റെ സഹോദരങ്ങൾ ഭക്ഷ്യാവശ്യാർത്ഥം ഈജിപ്തിലേക്ക് പോവുകയും ഒരു തന്ത്രപ്രകാരം യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ സഹോദരനായ ബിന്യാമിനോട് പിടിച്ചു വെച്ചു. രണ്ടാളെയും നഷ്ടപ്പെട്ടു. ആ സന്ദർഭത്തിലും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രതീക്ഷ എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും എന്റെ നഷ്ടപ്പെട്ട രണ്ട് മക്കളെയും എനിക്ക് കൊണ്ടുവന്നു തരും. അതാണ് പ്രതീക്ഷ, അതാണ് റജാ. വിശ്വാസികൾ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ട ഒരു ഗുണമല്ല. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്റെ റബ്ബിൽ നിന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാകണം. അത് എന്റെ റബ്ബ് ശരിയാക്കി തരുമെന്നുള്ളത്. എന്ന് മാത്രവുമല്ല, പ്രതീക്ഷക്കപ്പുറത്ത് പ്രവർത്തനം ഉണ്ടാകണം. അതാണ് യാക്കൂബ് അലൈഹിസ്സലാമിന്റെ പ്രവർത്തനം നമുക്ക് കാണുന്നത്. എന്നിട്ട് തന്റെ ബാക്കി മക്കളോട് യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താ? യാ ബനിയ്യ, എന്റെ മക്കളെ, ഇദ്ഹബു, നിങ്ങൾ പോകൂ, ഫതഹസ്സസു മിൻ യൂസുഫ വ അഖി, നിങ്ങൾ എന്ത് ചെയ്യും? യൂസുഫിനെയും അവന്റെ സഹോദരൻ നിങ്ങൾ അന്വേഷിക്കുക. വലാ തൈഅസു മിർ റൗഹില്ലാ, അല്ലാഹുവിന്റെ ആശ്വാസത്തെപ്പറ്റി നിങ്ങൾ നിരാശരാകരുത്. നിങ്ങൾ പ്രതീക്ഷിക്കുക, നിങ്ങൾ അന്വേഷിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അല്ലാഹുവിന്റെ ആശ്വാസത്തിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന ആർക്കെന്നറിയോ? അത് കാഫിരീങ്ങളുടെ സ്വഭാവമാണ്. അല്ലെ, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇനി ചോദിച്ചിട്ടൊന്നും കാര്യമില്ല, ഇത്ര പ്രതിസന്ധി അല്ലെ. ചില മാരക രോഗങ്ങൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കുന്നത് എന്താ? ആ മാരക രോഗം അതിന് മരിക്കുക തന്നെ, ഇതിനൊരു രക്ഷയില്ല. ഒരു പ്രതിസന്ധിയിൽ കുടുങ്ങിയാൽ നമ്മൾ വിചാരം എന്താ? ഇല്ല, ഇനിയൊരു പ്രതീക്ഷ എനിക്കില്ല എന്നാണ്. സത്യത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു റജാ ഉണ്ടല്ലോ, ഒരു പ്രതീക്ഷ, അത് നഷ്ടപ്പെടുക എന്നുള്ളത് അത് കാഫിരീങ്ങളുടെ സ്വഭാവമായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തിയത്. അതല്ലേ, രോഗം ഇന്ന് പലരുടെയും വിശ്വാസത്തെ തന്നെ കളങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ത്? രോഗം എന്നുള്ളത്. അല്ലെ, മാരകമായ രോഗം പിടിപെട്ടാൽ പലരും എന്ത് ചെയ്യും? ഖദറിന് വിരുദ്ധമായിട്ട് പോലും ആളുകൾ സംസാരിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ മഹലിൽപ്പെട്ട ഒരു സഹോദരൻ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാവുന്ന സുലൈമാൻ എന്ന സഹോദരൻ ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട് ആ സഹോദരന് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഇതിലൊക്കെ പ്രവാചകന്മാർ നമുക്ക് മാതൃകയുണ്ട് അല്ലേ? നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് മുവഹ്ഹിദുകളെ സംബന്ധിച്ചിടത്തോളം, തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം രോഗം എന്നുള്ളത് അത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്.
അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു രോഗം അവർക്കുള്ളൊരു ശിക്ഷയാണ്. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു മുള്ളു കുത്തുന്നത് പോലും വിശ്വാസിക്ക് അതിൽ പാപമോചനമുണ്ടെന്നാണ്. അതുകൊണ്ട് ഒരു മുവഹ്ഹിദിനെ സംബന്ധിച്ചിടത്തോളം എന്തു തന്നെ രോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയാലും അതൊരു പരീക്ഷണമാണ്. നമ്മൾ ശുദ്ധീകരിക്കാനായിരിക്കും അള്ളാഹു ആണെന്ന് നമുക്കറിയില്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നമുക്ക് പരീക്ഷണങ്ങൾ നൽകി അള്ളാഹു നമ്മളെ ശുദ്ധീകരിച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായി. കാരണം നമ്മൾ മുവഹ്ഹിദുകളാണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് ദുആ ചെയ്ത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുവഹ്ഹിദുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് രോഗമോ അതുപോലുള്ള പരീക്ഷണങ്ങൾ വന്നാൽ അത് നമ്മൾ നിരാശപ്പെടരുത്. അതിലൊരു പ്രതീക്ഷ ഉണ്ടാകണം. അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് നമ്മുടെ പാപങ്ങൾ ശുദ്ധീകരിക്കാൻ. കാരണം ഇത് പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് അല്ലെ. ചില ആളുകൾ പറയും, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷണം, എന്താ എന്റെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ രോഗം തരുന്നത്, ഞാൻ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളല്ലേ. സഹോദരങ്ങളെ, പ്രവാചകന്മാരെ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചിട്ടുണ്ട്. അയ്യൂബ് നബി ഇസ്ലാം എല്ലാവരും ഒഴിഞ്ഞു പോയി, മാരക രോഗം, ആരുമില്ല, ഒറ്റക്കായി. പക്ഷെ അയ്യൂബ് നബി ഇസ്ലാമിന്റെ റജാണ്, പ്രതീക്ഷയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വഅയ്യൂബ ഇദ് നാദാ റബ്ബ. ഈ പരീക്ഷണ ഘട്ടത്തിലും പ്രതീക്ഷയായിട്ട് ജീവിക്കല്ല അയ്യൂബ് നബി ഇസ്ലാം. വഅയ്യൂബ ഇദ് നാദാ റബ്ബ. ആ സന്ദർഭത്തിൽ അയ്യൂബ് നബി ഇസ്ലാം തന്റെ റബ്ബിനെ വിളിക്കുകയാണ്, തന്റെ രക്ഷിതാവിനെ വിളിക്കുകയാണ്. അന്നീ മസ്സനിയ ദുർ. റബ്ബേ, എനിക്കിത് വല്ലാതെ പ്രയാസം ബാധിച്ചിട്ടുണ്ട്, എന്നാലും വഅൻത അർഹമുർ റഹീമീൻ. നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല കാരുണ്യവാനാണ്. അതുകൊണ്ട് നിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ റബ്ബേ എന്നെ വിട്ടുപോയിട്ടില്ല. എന്റെ കുടുംബം എനിക്ക് വിട്ടുപോയി, നാട്ടുകാർ വിട്ടുപോയി, എല്ലാവരും വിട്ടുപോയി. പക്ഷെ നിന്റെ കാരുണ്യത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന് അയ്യൂബ് നബി ഇസ്ലാം പ്രാർത്ഥിച്ചത് വിശ്വാസികളെ നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ വെച്ചു പുലർത്തുക എന്നുള്ളത് നേരത്തെ പറഞ്ഞത് കാഫിരികളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പറഞ്ഞത് അത് വഴിപിഴച്ച ആളുകളുടെ സ്വഭാവമായിട്ടാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നുണ്ട്. വനബ്ബിഹും അൻ ളൈഫി ഇബ്രാഹിം. ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ അടുത്തേക്ക് കടന്നു വന്ന അതിഥികളുടെ ആ വർത്തമാനം മുഹമ്മദ് നബിയെ പറഞ്ഞു കൊടുത്തേക്ക്. എന്താ ഉണ്ടായത്? ഇദ്ദഖലു അലൈഹിം ഫഖാലു സലാമ. രണ്ട് മലക്കുകൾ വന്നു ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ അടുത്തേക്ക്. എന്നിട്ട് അവര് പറഞ്ഞു, സലാമുൻ അലൈക്കും. ഖാല ഖാല ഇന്നാ മിൻകും വജിലൂൻ. ഇബ്രാഹിം നബി ഇസ്ലാം ആ പരിചയമില്ലാത്ത ആളുകളെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കാര്യത്തിൽ എനിക്ക് ഭയമുണ്ട്, ഞങ്ങൾക്ക് പേടിയുണ്ട്. ഖാലു ലാ തൗജൽ. മലക്കുകൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം. ഞങ്ങൾ നിനക്ക് ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നത്. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി ഇസ്ലാം മലക്കുകളോട് ചോദിക്കുകയാണ്, ഖാല അബശ്ശർതുമൂനി അലാ അൻ മസ്സനിയൽ കിബർ. എനിക്ക് ഇത്രയേറെ വാർദ്ധക്യം ബാധിച്ചതിന് ശേഷമാണോ ഒരു മകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത നിങ്ങൾ എനിക്ക് തരുന്നത്? ഏതായാലും ഫബിമ തുബശ്ശിറൂൻ. എന്താണ് നിങ്ങൾ എനിക്ക് നൽകുന്ന സന്തോഷ വാർത്ത എന്നറിഞ്ഞാലും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഇബ്രാഹിം നബി ഇസ്ലാം സംസാരിക്കുമ്പോൾ മലക്കുകൾക്ക് പറഞ്ഞു, ഖാലു ബശ്ശർനാക ബിൽ ഹഖ്. ഞങ്ങൾ നിനക്ക് നൽകുന്ന ആ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യത്തെ പറ്റിയാണ്. എന്നിട്ട് വന്ന മലക്കുകൾ ഇബ്രാഹിം നബി ഇസ്ലാമിനോട് പറഞ്ഞു, ഫലാ തകും മിനൽ ഖാനിതീൻ. നീ ഒരിക്കലും ഖാനിതീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഖാനിതീൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ഖാനിത്തുകളുണ്ട്, നിരാശപ്പെട്ട് കഴിയുന്ന ആളുകൾ. ജീവിതത്തിലെ പ്രതിസന്ധിയിൽ എന്തും കഴിയില്ല എന്ന് വിചാരിച്ച് നിരാശയിൽ കഴിയുന്ന ആൾ. കച്ചവടം തുടങ്ങി, നഷ്ടപ്പെട്ടു അല്ലെ, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. പിന്നെന്താ ചെയ്യാൻ? ഞാൻ എന്ത് തുടങ്ങിയാലും ഇങ്ങനെ തന്നെയാണ്. രോഗം വന്നു, ചികിത്സിച്ചു, ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പരസ്പരം കാണുമ്പോൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു നിഅമത്തും നൽകിയിട്ടില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ, നിരാശപ്പെട്ട് കഴിയുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ മലക്കുകൾ പറഞ്ഞത്, ഫലാ തകും മിനൽ ഖാനിതീൻ. നീ ഒരിക്കലും ഖാനിതീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞ വാക്കെന്താണ്? ഖാല വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ലാ ളാലൂൻ. ഇബ്രാഹിം നബി ഇസ്ലാം ആ വന്ന ആളുകളോട് പറഞ്ഞു, വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബി. ആരാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകുക? ഇല്ലാ ളാലൂൻ, വഴിപിഴച്ച ആളുകളല്ലാതെ. എന്ന് പറഞ്ഞാൽ
നിരാശപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ജീവിതത്തിൽ നിരാശ പിടിപെടാൻ പാടില്ല. പ്രയാസങ്ങൾ ഉണ്ടാകാം, ദുഃഖങ്ങൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം. ഒരു കച്ചവടം നമ്മൾ പലരും കടം വാങ്ങി സ്വർണം വിറ്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ട് തുടങ്ങുന്ന ഒരു കച്ചവടം അല്ലെ, അത് തകർന്നു പോയാൽ സ്വാഭാവികമായി മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എന്തുണ്ടാവും? ഒരു പ്രയാസം ഉണ്ടാവും, ഒരു വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ സ്വാലിഹീങ്ങളാക്കുകയും അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി ചെയ്യുമാറാകട്ടെ. അല്ലെ, മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിൽ ഉൾക്കൊള്ളിച്ചാൽ മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പ്രയാസം ഉണ്ടാവും അല്ലെ. മക്കളെ നഷ്ടപ്പെട്ടാൽ വേദന ഉണ്ടാകും, പക്ഷെ അതിന്റെ പേരിൽ നിരാശ ഉണ്ടാകാൻ പാടില്ല. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പ്രയാസം ഉണ്ടാവും, വേദന ഉണ്ടാകും, പക്ഷെ അതിന്റെ പേരിൽ നിരന്തരമായ ഒരു നിരാശയിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളത് അത് കാഫിരീങ്ങളുടെ സ്വഭാവമാണ്. അതുപോലെ തന്നെ വഴിപിഴച്ച വാലിന്യങ്ങളുടെ സ്വഭാവമായിട്ടാണ് വിശുദ്ധ ഖുർആൻ സഹോദരങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നിരാശ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൽ പ്രതീക്ഷയിൽ കഴിഞ്ഞു കൂടുന്നവരാകണം അല്ലെ. ഇപ്പൊ പലരെ സംബന്ധിച്ചിടത്തോളം മക്കൾ വരുമ്പോൾ വലിയ ആദികൾ ഉണ്ടാവും, മക്കൾ വളർന്നു വരുന്ന സന്ദർഭത്തിൽ അല്ലെ. ആൺമക്കളെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് കിട്ടുന്ന കാര്യത്തിൽ, പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരെ കിട്ടുന്ന കാര്യത്തിൽ, സഹോദരങ്ങൾ അതൊക്കെ അതിന്റെ സമയത്ത് നടക്കും അല്ലെ. പലപ്പോഴും പലമാക്കൾ പറയാറുണ്ട്, നിന്റെ പെൺകുട്ടിയുടെ കല്യാണം എന്നറിയോ, നിന്റെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വരുന്ന ചെറുക്കന്റെ കല്യാണപ്പെടാന്നറിയോ, ആ സമയത്താണ് നിന്റെ മകളുടെ കല്യാണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖദറാക്കിയ കാര്യമാണ്. അതുകൊണ്ട് പലപ്പോഴും വീടില്ലാത്ത ആളുകളെ സംബന്ധിച്ച് എത്ര കാലമായി നമ്മൾ ക്വാർട്ടേഴ്സിൽ കഴിയുന്നു, വാടക വീട്ടിൽ കഴിയുന്നു, എന്നാ നമുക്കൊരു വീടുണ്ടാകുക? ആ ഒരു നിരാശ സഹോദരങ്ങളെ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കണക്കാക്കിയ സമയത്ത് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ കടമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. പ്രയാസത്തോടൊപ്പം ഒരു ആശ്വാസം ഉണ്ടാകും, പ്രയാസത്തോടൊപ്പം ഒരു ആശ്വാസം ഉണ്ടാകുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിരാശ പാടില്ല. കടങ്ങൾ ഉണ്ടാകാം സ്വാഭാവികമായി, അത് വീട്ടാനുള്ള പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. രോഗമുണ്ടാകാം, അത് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള കാര്യം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിന്റെ പേരിൽ നിരന്തരമായി നമ്മൾ നിരാശയിൽ കഴിഞ്ഞുകൂടാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിനേക്കാളൊക്കെ ഉപരി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന നന്മകൾ, സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു റജാ നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾ, തിന്മകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും എന്നുള്ള റജാ, ഒരു പ്രതീക്ഷ അത് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ അത് സ്വീകരിക്കുമെന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമെന്നുള്ള ഒരു നല്ലൊരു പ്രതീക്ഷ സഹോദരങ്ങളെ വെച്ചു പുലർത്തുക. നിരാശയിൽ കഴിയുക എന്നുള്ളത് അതൊരു മുഅ്മിനിന്റെ, ഒരു മുവഹ്ഹിദിന്റെ സ്വഭാവമല്ല. അല്ലാഹുവിൽ റജാ, പ്രതീക്ഷ അർപ്പിച്ച് പ്രതീക്ഷയോടെ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ-ആഖിബത്തു ലിൽ-മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ-ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ-മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ സാര അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ റജാഉം ഖൗഫും, അള്ളാഹുവിലുള്ള പ്രതീക്ഷയും അള്ളാഹുവിനുള്ള ഭയവും അത് ഇബാദത്താണ്. അനസ് റളിയല്ലാഹു തആല അൻഹു ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഖല അലാ ഷാബിൻ വഹുവ ഫിൽ മൗത്ത്, ചില റിവായത്തുകളിൽ വഹുവ ഫീ സിയാഖത്തിൽ മൗത്ത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുന്ന ഒരു യുവാവിന്റെ അടുത്തേക്ക് പ്രവേശിച്ചു. അദ്ദേഹം ആ മരണത്തിന്റെ വെപ്രാളത്തിലാണ്. ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ ആ യുവാവിനോട് ചോദിച്ചു, കൈഫ തജിദുക, എന്താ ഇപ്പൊ നിന്റെ അവസ്ഥ, എന്താണ് നിനക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ? ഖാല, ആ സന്ദർഭത്തിൽ ആ യുവാവ് പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അർജുല്ലാഹ് വ ഇന്നി അഖാഫു ദുനൂബി. നബിയേ, ഇന്നി അർജുല്ലാഹ്, ഞാനിതാ ഒരു മരണത്തിന്റെ വക്കിലാണ്. ഈ സന്ദർഭത്തിൽ എന്റെ അവസ്ഥയല്ലേ റസൂലെ താങ്കൾ ചോദിക്കുന്നത്? എന്റെ അവസ്ഥ ഇന്നി അർജുല്ലാഹ്, ഞാൻ അല്ലാഹുവിലുള്ള ഒരു പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ എന്താ? എന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന്.
എന്ന് അള്ളാഹു സ്വീകരിക്കുമെന്ന്, അള്ളാഹു എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന്, അള്ളാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ള റജായിലാണ്. അതോടൊപ്പം നബിയെ ഇന്നി അഖാഫു ദുനൂബി, എന്റെ ജീവിതത്തിൽ ചെയ്തുപോയ പാപങ്ങളെ സംബന്ധിച്ച് വല്ലാതെ പേടിയുണ്ട് നബിയെ. ഇത് കേട്ട മാത്രമേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിത്ലി ഹാദൽ മൗതിൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇതുപോലുള്ള, അതായത് ഈ മരണം പോലുള്ള ഈ സന്ദർഭത്തിൽ, ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഈ രണ്ട് രൂപത്തിലുള്ള ചിന്ത അത് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വആമനഹു മിമ്മാ യഖാഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യവാന്മാരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു. എന്താണ് അവൻ ആഗ്രഹിക്കുന്നത്? ആദ്യം ആ വ്യക്തി പറഞ്ഞെന്താ? ഇന്നി അർജുല്ലാഹ്. റസൂലേ, അള്ളാഹുവിന്റെ നല്ലൊരു പ്രതീക്ഷയിലാണ് ഞാൻ. അതുകൊണ്ട് അള്ളാഹു റസൂൽ പറഞ്ഞു, ഇതുപോലുള്ള സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ രണ്ടു ചിന്തകൾ ഒരുമിച്ച് കൂടിയാൽ ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു. എന്താണ് അവൻ ആഗ്രഹിച്ചത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാതിരിക്കുകയില്ല. വആമനഹു മിമ്മാ യഖാഫ്. എന്താണോ അവൻ ഭയപ്പെടുന്നത് അതിൽ നിന്നൊരു നിർഭയത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാതിരിക്കുകയില്ല. എന്താ അവൻ ഭയപ്പെട്ടത്? അവന്റെ പാപമാണ്. അതിന് നിർഭയത്വം എന്താണ്? ആ പാപത്തിന്റെ പാപമോചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിനെ നന്നായി പഠിപ്പിക്കണം, അല്ലെ? ഇന്നത്തെ ആളുകളെ സംബന്ധിച്ചോളം മരിക്കാനുള്ള സ്വല്പം സമയം കിട്ടിയാൽ അവരുടെ ചിന്ത എന്തായിരിക്കും? ഒരു മരണം വിധിച്ച് ഡോക്ടർ വിധി എഴുതി കാത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ വെപ്രാളം എന്തായിരിക്കും? കച്ചവടം, അല്ലെ? തന്റെ കച്ചവടം, തന്റെ സ്ഥാപനം, തന്റെ സമ്പാദ്യം, തന്റെ മക്കള്, തന്റെ വീട്, തന്റെ വാഹനം, തന്റെ നാട്, ഈ സുഖം വിട്ടേച്ചു പോകുന്നതിനെ കുറിച്ചുള്ള അങ്കലാപ്പ്, അല്ലെ? യഥാർത്ഥത്തിൽ ഒരു മുഅ്മിന്റെ വിശ്വാസം എന്തായിരിക്കണം? എന്തായാലും മരിക്കുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ എന്ത് വിട്ടേച്ചു പോയാലും അള്ളാഹു എന്നുള്ളൊരു പ്രതീക്ഷ, അതുപോലെ തന്നെ ചെയ്ത പാപങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പേടി അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, നന്മകൾ ചെയ്തുകൊണ്ടായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. എന്നാണ് ഖുതുബയുടെ തുടക്കത്തിൽ ഓതിയ ആയത്ത് ഉലമാക്കൾ ഒന്നുകൂടി കൊടുക്കുന്നത്. ഇന്നല്ലദീന ആമനു, നിശ്ചയം വിശ്വസിക്കുകയും, വല്ലദീന ഹാജറു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോവുകയും, വജാഹദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്. അപ്പോൾ വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, പിന്നീട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. വല്ലാഹു ഗഫൂറുർ റഹീം. അതുകൊണ്ട് തന്നെ താബീയിൽപ്പെട്ട വഹ്ബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഖാല റജുലുൻ മിനൽ ഇബാദ് ലിബ്നി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ആബിദായ ഒരു മനുഷ്യൻ തന്റെ മകന് നൽകുന്ന ഒരു ഉപദേശം, സഹോദരങ്ങളെ, അത് നമുക്ക് കൂടിയുള്ള ഉപദേശമാണ്. ആ മകന് കൊടുത്ത ഉപദേശം എന്നറിയോ? യാ ബുനൈ, അല്ലയോ പൊന്നുമോനെ, ലാ തകുൻ മിമ്മൻ യർജുൽ ആഖിറതി ബിഗൈരി അമൽ. ഏ മോനെ, നീ അല്ലാഹുവിൽ നിന്നുള്ള റജാ മാത്രം ആഗ്രഹിക്കരുത്. എങ്ങനെ? ബിഗൈരി അമലിൻ, പ്രവർത്തനമൊന്നും ചെയ്യാതെ, അല്ലെ? അമലുകളൊന്നും ചെയ്യാതെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയിൽ മാത്രം നീ കഴിഞ്ഞുകൂടരുത്. കാരണം എന്താ? നമ്മൾ ചെയ്യേണ്ട അമലുകൾ നമ്മൾ ചെയ്യണം, എന്നിട്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കണം. അല്ലെ? ഇനി ഞാൻ കുറേ കാലം ജീവിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിന്റെ തൗബയെ നീ പിന്തിക്കരുത്. അതാണ് ആ താബിയിൽപ്പെട്ട വ്യക്തി തന്റെ മകന് നൽകിയ ഉപദേശത്തിലുള്ള ഉപദേശം. സഹോദരങ്ങളെ, നമ്മൾ അമലുകൾ ചെയ്യുക, നന്നായിട്ട് അമലുകൾ ചെയ്യുക, അമലുകൾ ചെയ്തിട്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. അതുപോലെ തന്നെ, അല്ലെ, നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗമൊന്നും തന്നിട്ടില്ല, കുറെ കാലം ജീവിക്കാം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ അറ്റുപോകും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ? ഏതെങ്കിലും ഒരു മരണം കേട്ട സന്ദർഭത്തിൽ പോലും ഒന്ന് തൗബക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെ? നമ്മുടെ പ്രതീക്ഷ എന്താണെന്നറിയോ? കുറെ കാലം നമ്മൾ ദുനിയാവിൽ ജീവിക്കുമെന്നുള്ളതാണ്. ഈ ദുനിയാവിൽ കുറെ കാലം ജീവിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പലപ്പോഴും നമ്മുടെ തൗബയെ നമ്മൾ പിന്തിക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് പറയുന്നത്, നീ കുറെ കാലം ജീവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നിന്റെ തൗബയെ നീ പിന്തിപ്പിക്കരുത്. എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകണമേ. ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിൻ നിന്റെ ഇഷ്ടത്തിലും നിന്റെ പൊരുത്തത്തിലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നിങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.